തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തെ കടന്നാക്രമിച്ച് മുൻ DCC അധ്യക്ഷനും MLA-യുമായ MP വിൻസെന്റ്. ഈ നിലയിൽ മുന്നോട്ടു പോയാൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വലിയ പരാജയമെന്നാണ് വിമർശനം. വിജയിച്ചവരും പരാജയപ്പെട്ടവരും വീണ്ടും സീറ്റിനായി കടിപിടി കൂടുന്നത് നാണക്കേടാണ്. മുതിർന്നവർ യുവതലമുറയ്ക്ക് വഴിമാറി കൊടുക്കണമെന്നും വിൻസെന്റ് ആവശ്യപ്പെട്ടു. ഗ്രൂപ്പ് പോര് പരസ്യ പ്രതികരണത്തിലേക്ക് എത്തിയതോടുകൂടി വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് വിവരം. ഗ്രൂപ്പ് പോരിൽ പ്രതിസന്ധിയിലായ തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് പുതിയ തലവേദനയാവുകയാണ് MP വിൻസെന്റിന്റെ പ്രതികരണം. ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്തവർ വീണ്ടും മത്സരിക്കുന്നത് ശരിയല്ല. ഒരു സീറ്റിൽ നിന്ന് കോൺഗ്രസിന്റെ നില മാറണമെങ്കിൽ പാർട്ടിക്കുള്ളിൽ മാറ്റം അനിവാര്യമാണെന്നും വിൻസെന്റ് ആവശ്യപ്പെടുന്നു. എന്നെ സംബന്ധിച്ചോളം ഞാൻ മത്സരിച്ച് ജയിച്ചു, അതിനുശേഷം മത്സരിച്ച് തോറ്റു. ജയവും തോൽവും ഒക്കെ എനിക്ക് മനസ്സിലാക്കിയല്ല. ഈ ഇപ്പോഴത്തെ ഈ മത്സരത്തിൽ നിന്ന് പാർട്ടി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആരെങ്കിലും മാറി നിൽക്കാൻ, പാർട്ടിയെ കൂടെ നിർത്തി ജയിപ്പിക്കാൻ സഹായകരമായ നിലപാടെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാനതിന് തയ്യാറാണ് എന്നും ഈ പ്രാവശ്യം മാറി നിൽക്കാനും തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ നിസ്സീമമായ പ്രവർത്തനത്തിന് തയ്യാറാണെന്നും പറഞ്ഞു. അത് ഞാനൊരു ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി എന്നുള്ളതാണ് സത്യം. ഇവിടെ ഒരു പുതുമുഖങ്ങൾ അവതരിപ്പിച്ചു, ഒരു മാറ്റം ഇവിടെ ഉണ്ടാക്കണം. അപ്പോൾ അത്തരം ഒരു സാഹചര്യം മാറണമെങ്കിൽ ഇവിടെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മാറ്റം അത്യാവശ്യമാണ്. വയസ്സായവരും 4ഉം 5ഉം തവണ മത്സരിച്ചവർ വരെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ പലരും വീണ്ടും മത്സരിച്ചപ്പോൾ തോറ്റ ചരിത്രമാണ് കേരളത്തിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. TN പ്രതാപനെയും അനിൽ അക്കരെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിൻസെന്റിന്റെ പ്രതികരണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് വിവരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിട്ടുള്ളത്. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ മുൻപ് രംഗത്ത് വന്നിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ KC വേണുഗോപാൽ പക്ഷം ടാജറ്റിനൊപ്പം ഉറച്ചു നിന്നതോടെ തൃശൂരിലെ കോൺഗ്രസിനുള്ളിൽ വലിയ അമർഷമാണ് പുകയുന്നത്. ജനം, തൃശൂർ.